ഹായ്, ഇന്നത്തെ പുതിയ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചീമച്ചക്ക മസാലക്കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇത് ചീമച്ചക്ക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നന്നായി ചെത്തിയെടുത്തിട്ട് അരിഞ്ഞത് നമുക്ക് കഴുകിയെടുത്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. ചട്ടി അടുപ്പത്ത് വെക്കാം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു സവാളയുള്ളിയും കൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീമച്ചക്കയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാമേ. കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും കരിയാപ്പിലയും ഇതിനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാമേ. ഈ സമയം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി ഞാൻ തേങ്ങ വറുത്തത്, കുരുമുളക്, പെരിഞ്ചീരകം, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പിന്നീട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് ഒന്ന് മാറ്റി വയ്ക്കാമേ. ഇവിടെ നമ്മുടെ ചക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പും ഒരു തക്കാളി അരിഞ്ഞതും കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാമേ. തക്കാളി ഒന്ന് വേവുന്നിടം വരെ നമുക്ക് അടച്ചു വയ്ക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ തേങ്ങയുടെ, അതുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചാറ് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് ചാറ് കൂട്ടിയാൽ മതിയേ. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കും. ആദ്യം നമ്മൾ ചക്കയ്ക്ക് ഉപ്പിട്ട് കൊടുത്തായിരുന്നല്ലോ, അത് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ. ഈ ചക്കയ്ക്കൊന്നും വലിയ വേവില്ല. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാമേ. എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാമേ. തേങ്ങ ഒക്കെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം എളുപ്പമായിരുന്നല്ലോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ ചാറ് കുറുകി വരുന്നിടം വരെ വേവിച്ചെടുക്കാം. നമ്മൾക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ച് നമുക്കിത് പറ്റിച്ചെടുക്കാമേ. ഇനി നമുക്കിതിനകത്തോട്ട് അല്പം കടുവും കൂടെ താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.